കോട്ടയത്തേക്കാണ് ഇനി. എരുമേലി പഞ്ചായത്തിൽ 70 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഗ്യാസ് പൊതു ശ്മശാനം കാട് കയറി നശിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇതോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ദൂരദേശങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. 2015 കാലത്താണ് എരുമേലിയിൽ അത്യാധുനിക സംവിധാനമുള്ള ശ്മശാനം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്നതായിരുന്നു പദ്ധതി. നേർച്ചപ്പാറ വാർഡിൽ പഞ്ചായത്ത് വക സ്ഥലത്ത് ശ്മശാനം നിർമ്മിക്കുകയും ചെയ്തു. 2019 ഉദ്ഘാടനവും നടന്നു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് നാളിതുവരെ ശ്മശാനം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ശ്മശാനം ആർക്കും പ്രയോജനമില്ലാതെ കാടുകയറി നശിക്കുകയാണ്. ഈ 5 സെന്റും 4 സെന്റും ഒക്കെ സ്ഥലമുള്ള കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു വീട്ടിലൊരു മരണം നടന്നാൽ അവരുടെ അടുക്കള വരെ പൊളിച്ച് അവിടെ സംസ്കരിക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ അയ്യപ്പഭക്തന്മാർ, പല അയ്യപ്പഭക്തന്മാരും ഈ നമ്മുടെ പമ്പ തൊട്ടിങ്ങോട്ട് സന്നിധാനം തൊട്ടിങ്ങോട്ട് മരണപ്പെട്ടാൽ പല അയ്യഭക്തന്മാർക്കും ഈ കൊണ്ടുപോകാനുള്ള ഒരു ചെലവ് അവരുടെ വീട്ടുകാരനോട് ആലോചിച്ച് ഇവിടെ സംസ്കരിക്കാൻ ഉള്ളൊരാവശ്യം അവർ ഉന്നയിക്കാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ശ്മശാനം ഇല്ലാത്തത് കൊണ്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കില്ല. എന്തുകൊണ്ട് ശ്മശാനം തുറന്നില്ല എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. നിർമ്മാണത്തിലെ അപാകതയുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ഉടൻ ശ്മശാനം തുറക്കുമെന്നുമാണ് ഭരണസമിതി പറയുന്നത്. ജനറേറ്റർ ഉൾപ്പെടെ ആധുനിക സംവിധാനത്തോടെയുള്ള ശ്മശാനമാണ് ഇവിടെ നിർമ്മിച്ചത്. 6 ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് മൃതദേഹം ദഹിപ്പിക്കാനാണ് സംവിധാനം ഇതിലൊരുക്കിയിരുന്നത്. ഭരണമാറ്റമടക്കം വലിയ കോലാഹലങ്ങൾ ഈ കാലയളവിൽ പഞ്ചായത്തിൽ നടന്നു. രാഷ്ട്രീയ പോരിനിടയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാതെ പോകരുതെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.